ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് 10ാം ക്ലാസ് ഹിസ്റ്ററിയിലെ 4ാമത്തെ ചാപ്റ്ററായ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് അഥവാ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും എന്ന ചാപ്റ്ററുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ 4ാമത്തെ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഓണം എക്സാമിന് നിങ്ങൾക്ക് സ്കൂളിൽ എത്ര ചാപ്റ്റേഴ്സാണ് ഉണ്ടാവുക? 4 ചാപ്റ്റേഴ്സാണ് ഉണ്ടാവുക. 4 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ഉണ്ടാകും. ഒന്നാമത്തത് എന്താ? റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദി വേൾഡ് അഥവാ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. 2ാമത്തെ ചാപ്റ്റർ വേൾഡ് ഇൻ 20th സെഞ്ചുറി അഥവാ ലോകം 20ാം നൂറ്റാണ്ടിൽ. 3ാമത്തതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അഥവാ പൊതുഭരണം. 4ാമത്തത് ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് അഥവാ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും. ഇതിൽ ആദ്യത്തെ 3 ചാപ്റ്ററിന്റെ വീഡിയോസും ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 4ാമത്തെ ചാപ്റ്ററാണ്. ഓണപരീക്ഷയ്ക്കുള്ള ലാസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ ഹിസ്റ്ററി വളരെ സെറ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഓണപരീക്ഷയ്ക്കുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചിട്ടുണ്ട്. നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ എന്തായാലും വരുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത 4ാമത്തെ ചാപ്റ്റർ, ഇനി ആ ഒരു ചാപ്റ്ററും കൂടി നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ? പഠിക്കാനായിട്ട് ഉള്ളൂ. അപ്പോൾ ആ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്? ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 ചാപ്റ്റർ വേൾഡ് ഹിസ്റ്ററിയും 3ാമത്തെ ചാപ്റ്റർ പൊളിറ്റിക്കൽ സയൻസും പഠിച്ചിട്ട് 4ാമത്തെ ചാപ്റ്റർ മുതൽ ഇനി അങ്ങോട്ട് നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഇന്ത്യയിലെ ചരിത്രമാണ് പഠിക്കാനുള്ളത്. ഏകദേശം നമുക്ക് വേണമെങ്കിൽ ഒരു കണ്ടിന്യൂവേഷൻ ആണെന്ന് പറയാം. 4ഉം 5ഉം 6ഉം 7ഉം 4 മുതൽ 7 വരെയുള്ള ചാപ്റ്റർ കണ്ടിന്യൂവേഷൻ ആണ് ഇന്ത്യൻ ഹിസ്റ്ററിയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ആദ്യ ചാപ്റ്ററാണ് ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് അഥവാ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും എന്ന ചാപ്റ്റർ. ആ ഒരു ചാപ്റ്ററാണ് നമ്മളപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, വേഗം എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കുക. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുക? ചാപ്റ്റർ അവസാനിപ്പിക്കുക. ഓണപരീക്ഷയ്ക്കൊപ്പം നിങ്ങളുടെ റിവിഷനും കഴിയും. നിങ്ങൾക്ക് എന്ത് ചെയ്യുക? പഠിക്കാനും തുടങ്ങാം അല്ലേ? ഓക്കെ. 4ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് തുടക്കം മുതൽ പഠിക്കാനുള്ള നമുക്കറിയാം ബ്രിട്ടീഷ് ലാൻഡ് റവന്യൂ പോളിസികളാണ്. ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി വ്യവസ്ഥകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കറിയാം 3 ഭൂനികുതി വ്യവസ്ഥകളാണ്, 3 പ്രധാനപ്പെട്ട ലാൻഡ് റവന്യൂ പോളിസികളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് അഥവാ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. 2ാമത്തത് റൈറ്റ് വാരി സിസ്റ്റം, റൈറ്റ് വാരി വ്യവസ്ഥ. 3ാമത്തത് മഹൽവാരി സിസ്റ്റം, മഹൽവാരി വ്യവസ്ഥ. ഇത് 3 നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഫീച്ചേഴ്സ് ഓഫ് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് അഥവാ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകളാണ്. ചോദിക്കുന്ന ചോദ്യമാണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരിക്കലും ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പാടില്ല? സ്കിപ്പ് ചെയ്ത് കളയാൻ പാടില്ല. ഓക്കെ. ഒന്നാമത്തെ നമുക്ക് എല്ലാവരും അറിയാവുന്നതുപോലെ ടാക്സ് വാസ് കളക്റ്റഡ് ബൈ ജമീന്ദാസ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റിൽ നികുതി അഥവാ ഭൂനികുതി ലാൻഡ് ടാക്സ് കളക്ട് ചെയ്തിരുന്നത് ആരാ? ജമീന്ദാർ എന്ന് വിളിപ്പേരുള്ള ഉദ്യോഗസ്ഥരായിരുന്നു. ആരായിരുന്നു മക്കളെ? ജമീന്ദാർ എന്ന് വിളിപ്പേരുള്ള ഉദ്യോഗസ്ഥരായിരുന്നു എന്ത് ചെയ്തത്? ഓഫീസേഴ്സ് ആയിരുന്നു എന്ത് ചെയ്തത്? ഭൂനികുതി പിരിച്ചിരുന്നത്. അപ്പോൾ 2ാമത്തെ പോയിന്റ് നോക്കിയേ. ജമീന്ദാർ വാസ് ദി ഓണർ ഓഫ് entire land where he had the jurisdiction to collect tax. അതെ, എന്താ പറയുന്നത്? ജമീന്ദാർ ഭൂമിയുടെ ഉടമസ്ഥനാവും. എവിടെ നിന്നൊക്കെയാണോ ജമീന്ദാർ ഭൂനികുതി പിരിക്കുന്നത് ആ ഭൂനികുതി പിരിക്കുന്ന സ്ഥലത്തിൻ്റെയൊക്കെ ഉടമസ്ഥൻ ആരായിട്ട് മാറും? ജമീന്ദാറായിട്ട് മാറും. ആരായിട്ട് മാറും? ജമീന്ദാറായിട്ട് മാറും. അപ്പോൾ ജമീന്ദാർ ഒരു 10 ഭൂമിയുടെ ഭൂനികുതിയാണ് പിരിക്കുന്നതെങ്കിൽ ആ 10 ഭൂമിയുടെ ഉടമസ്ഥൻ ആരായിട്ട് മാറും? ജമീന്ദാറായിട്ട് മാറും. അപ്പോൾ ടാക്സ് കളക്ട് ചെയ്യുന്നത് ജമീന്ദാറാണ്. ജമീന്ദാർ നികുതി പിരിക്കുന്ന ടാക്സ് പിരിക്കുന്ന സ്ഥലത്തിൻ്റെയൊക്കെ ഉടമസ്ഥൻ ജമീന്ദാറായിട്ട് മാറും. ഓക്കെ. അടുത്തതാണ് ആക്ച്വൽ ഫാർമേഴ്സ് ബിക്കേം ടെനൻസ്. അങ്ങനെ സെമീന്ദാർസ് ഭൂനികുതി പിരിച്ച് അവർ ഭൂമിയുടെ ഉടമസ്ഥന്മാരാകുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ കൃഷി ചെയ്തു വന്നിരുന്ന ടെനൻസ് കർഷകർ ആരായിട്ട് മാറും? ടെനൻസ് അഥവാ കുടിയാന്മാരായിട്ട് മാറും. യഥാർത്ഥത്തിൽ കർഷകർ ആരായിട്ട് മാറും മക്കളെ? കുടിയാന്മാരായിട്ട് മാറും. ആരായിട്ട് മാറും മക്കളെ? കുടിയാന്മാർ. ടെനൻസ്, കുടിയാന്മാർ. ടെനൻസ് എന്ന് പറഞ്ഞാൽ കുടിയാന്മാരെന്നാണ് അർത്ഥം. അതായത് ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന ആളുകളെയാണ്, ഭൂമി പൈസ കൊടുത്ത് പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന ആളുകളെയാണ് പണ്ട് കാലത്ത് കുടിയാന്മാരെന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ യഥാർത്ഥ കർഷകർ, യഥാർത്ഥത്തിൽ അവിടെ ജോലി ചെയ്തു പോന്നിരുന്ന കർഷകർ ആരായിട്ട് മാറി? കുടിയാന്മാരായിട്ട് മാറി, ടെനൻസ് ആയിട്ട് മാറി. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഫാർമേഴ്സ് വർ പേ അപ് ടു 60% ഓഫ് yield ആസ് ടാക്സ്. കർഷകര് അവരുടെ ഈൽഡിന്റെ അഥവാ വിളവിന്റെ 60% എന്ത് കൊടുക്കണം? നികുതിയായി കൊടുക്കണം. അവർ കിട്ടുന്ന വിളവിന്റെ 60% അവർ എന്തായിട്ട് കൊടുക്കണം? ഭൂനികുതിയായിട്ട് ബ്രിട്ടീഷുകാർക്ക് അല്ലെങ്കിൽ സെമീന്ദാറിന് കൊടുക്കേണ്ടി വന്നിരുന്നു. ഓക്കെ.
അടുത്തത് ടാക്സ് വാസ് പെയ്ഡ് ഈവൻ ഇൻ ദി ടൈം ഓഫ് പുവർ ഈൽഡ്, അഥവാ ഇവർക്ക് ഈൽഡ് കുറയുന്നില്ല. കൃഷിയാകുമ്പോൾ എപ്പോഴും ഒരേപോലെ വിളവ് കിട്ടുമോ? ഇല്ല. വരൾച്ചയൊക്കെ വരുമ്പോൾ വിളവ് കുറയും. മഴവെള്ളം അല്ലെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ മഴ കിട്ടിക്കഴിഞ്ഞാൽ, വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ, വെള്ളക്കെട്ടുണ്ടായാലും കൃഷി നശിക്കും. അപ്പോൾ അല്ലെങ്കിൽ പെസ്റ്റ് അറ്റാക്ക് അല്ലെ ഏതെങ്കിലുമൊക്കെ പ്രാണികളുടെ ആക്രമണം മൂലമൊക്കെ എന്ത് ചെയ്യാറുണ്ട്? കൃഷി തകരാറുണ്ട്. ഇങ്ങനെ പുവർ ഈൽഡ് ഉണ്ടാവുന്ന സമയത്തും വിളവ് കുറയുന്ന സമയത്തും കർഷകർ ഉയർന്ന നികുതി തന്നെ കൊടുക്കേണ്ടി വന്നു. അവർക്ക് നികുതിയിൽ യാതൊരു ഇളവും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു കൊടുത്തില്ല. അപ്പോൾ എങ്ങനെയൊക്കെ വന്നാലും ഇവർ ദുരിതത്തിലും ബുദ്ധിമുട്ടിലുമായിരുന്നു. വിളവ് ലഭിക്കുമ്പോൾ 60% ഈ വിളവും എന്ത് ചെയ്യണം? നികുതിയായി കൊടുക്കണം. ഇനി വിളവ് കുറയുമ്പോഴും നികുതി കുറയ്ക്കുന്നില്ല. അപ്പോൾ വിളവ് ഇവർ കൊടുക്കേണ്ടി വരുന്നു. നികുതിയായിട്ട് വിളവ് ഇവർക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു? കൊടുക്കേണ്ടി വരുന്നു. ഓക്കെ, അടുത്തതാണ് നമ്മൾ പഠിക്കേണ്ടത്. ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ബിഫോർ കട്ട് ഓഫ് ഡേറ്റ്. ഒരു ദിവസം പറയും, ആ ദിവസത്തിന് മുന്നേ തന്നെ നികുതി കൊടുക്കണം. അതും പണമായി തന്നെ കൊടുക്കണം. എന്തായി തന്നെ കൊടുക്കണം? ക്യാഷ് ആയി തന്നെ, പണമായി തന്നെ നികുതി ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണമായിരുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ് ഫീച്ചേഴ്സ് ഓഫ് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് അഥവാ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷത. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യമായതുകൊണ്ട് തന്നെ നോക്കി വെക്കുക. ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതി. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വളരെ വലിച്ചു നീട്ടി കൊടുത്തേക്കണമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റണമെന്നില്ല. നമുക്ക് അങ്ങനെ പഠിക്കണം. നമുക്ക് മാർക്ക് കിട്ടുന്ന രീതിക്ക് പഠിച്ചാൽ മതി. അല്ലാതെ എല്ലാം കാണാപ്പാഠം പഠിച്ച് ഹിസ്റ്ററി പഠിക്കുക എന്നുള്ള ആ മോഹം ആർക്കും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് അങ്ങനെയൊന്നും പഠിക്കാൻ പറ്റില്ലാന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? മാർക്ക് കിട്ടുന്ന രീതിക്ക് പഠിക്കുക. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യുക? ഷോർട്ട് ആക്കുക. ടെക്സ്റ്റ് ബുക്കിൽ തന്നതുപോലെ അല്ലാതെ ഇതുപോലെ എന്ത് ചെയ്തേക്കുക? ഷോർട്ടായിട്ട് വെച്ച് പഠിച്ചേക്കാം. ഓക്കെ, യെസ്. ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അഥവാ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഏത് പ്രഭുവാ? ലോർഡ് കോൺവാളിസ് പ്രഭുവാണ്. അത് ചിലപ്പോൾ ഒരു മാർക്കിന് ചോദിക്കും. ഏത് പ്രഭുവാണ്? കോൺവാളിസ് പ്രഭുവാണ്. ലോർഡ് കോൺവാളിസ് ആണ്. ലോർഡ് കോൺവാളിസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അഥവാ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രഭു. ഓക്കെ, അടുത്ത രണ്ട് സിസ്റ്റമാണ് റയട്ട്വാരി സിസ്റ്റവും മഹൽവാരി സിസ്റ്റവും. റയട്ട്വാരി വ്യവസ്ഥയും മഹൽവാരി വ്യവസ്ഥയും. നമുക്കറിയാം പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് അഥവാ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് എവിടെയാ? ബംഗാള്, ബീഹാർ, ഒറീസ. എവിടെയൊക്കെയാ മക്കളെ? ബംഗാളിലും ബീഹാറിലും ഒറീസയിലുമാണ്. അപ്പോൾ റയട്ട്വാരി സിസ്റ്റം നടപ്പിലാക്കിയത് എവിടെയാണ്? സൗത്ത് ഇന്ത്യയിലാണ്. റയട്ട്വാരി സിസ്റ്റം നടപ്പിലാക്കിയത് എവിടെയാ മക്കളെ? സൗത്ത് ഇന്ത്യ, ദക്ഷിണേന്ത്യ, നമ്മുടെ കേരളവും തമിഴ്നാടും കർണാടകയും ആന്ധ്രാപ്രദേശും ഒക്കെ അടങ്ങുന്ന സൗത്ത് ഇന്ത്യയിലാണ് ഏത് സിസ്റ്റം നടപ്പിലാക്കിയത്? റയട്ട്വാരി സിസ്റ്റം നടപ്പിലാക്കിയത്. ഓക്കെ, ഇനി റയട്ട്വാരി സിസ്റ്റത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താ? ടാക്സ് കളക്റ്റഡ് ഡയറക്ട്ലി ഫ്രം ഫാർമേഴ്സ്. നമ്മുടെ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ജമീന്ദാർ എന്ന ഉദ്യോഗസ്ഥനാണ് നികുതി പിരിച്ചിരുന്നതെങ്കിൽ റയട്ട്വാരി സിസ്റ്റം ആകുമ്പോൾ നികുതി പിരിക്കുന്നത് ആരിൽ നിന്ന്? നേരിട്ടാ? കർഷകരുടെ കയ്യിൽ നിന്ന് നേരിട്ടാണ് പിരിക്കുന്നത്. ഇവിടെ ഇടനിലക്കാരനായി ഒരു ഉദ്യോഗസ്ഥനുമില്ല. ഇടനിലക്കാരനായി യാതൊരു ഉദ്യോഗസ്ഥനുമില്ല. കർഷകർ നേരിട്ട് ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കുന്ന സമ്പ്രദായമാണ് നിലനിന്നിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റിൽ പറഞ്ഞു ഭൂനികുതി പിരിക്കുന്നത് കൊണ്ട് സെമീന്ദാർ ആയിരുന്നു ഭൂമിയുടെ എന്തെന്ന് പറയുന്നത്? ഉടമസ്ഥൻ എന്ന് പറയുന്നത് അല്ലേ? സെമീന്ദാർ ആയിരുന്നു ഭൂമിയുടെ എന്ത് മക്കളെ? ഉടമസ്ഥൻ. അപ്പോൾ ഈ റയട്ട്വാരി സിസ്റ്റത്തിൽ കർഷകരുടെ കയ്യിൽ നിന്ന് നേരിട്ട് നികുതി മേടിക്കുന്നത് ഉടമസ്ഥാവകാശം ആർക്ക് തന്നെയാ കിട്ടുക? കർഷകർക്ക് തന്നെയാ കിട്ടുക. ഉടമസ്ഥാവകാശം ആർക്ക് തന്നെയാ കിട്ടുക മക്കളെ? കർഷകർക്ക് തന്നെയായിരുന്നു. പക്ഷേ അവരെ തളർത്തിയത് എന്താ? എക്സസീവ് ടാക്സ് ആയിരുന്നു. അവരെ നിരുത്സാഹപ്പെടുത്തിയത് അല്ലെങ്കിൽ അവരെ വല്ലാതെ ബാധിച്ചത് എന്തായിരുന്നു? എക്സസീവ് ടാക്സ്, ഉയർന്ന നികുതിയായിരുന്നു. ബ്രിട്ടീഷുകാർ വളരെ വലിയൊരു തുകയായിരുന്നു ഇവരുടെ കയ്യിൽ നിന്ന് എന്തായിട്ട് മേടിച്ചിരുന്നത്? നികുതിയായിട്ട് മേടിച്ചിരുന്നത്. നികുതി കുറയ്ക്കാനൊന്നും ആര് തയ്യാറായിരുന്നില്ല? ബ്രിട്ടീഷുകാർ തയ്യാറായിരുന്നില്ല. ഓക്കെ, അത് മാത്രമല്ല ടാക്സ് റേറ്റ് വാസ് ഫ്രീക്വൻലി ഇൻക്രീസ്. നികുതി നിരക്ക് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? വർദ്ധിപ്പിക്കും. ഒരു മാസം 500 ആണെങ്കിൽ അടുത്ത മാസം 1000, അതിൻ്റെ അടുത്ത മാസം 1500. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് തോന്നിയതുപോലെ നികുതി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂട്ടിക്കൊണ്ടേയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ബ്രിട്ടീഷുകാർ ഈ സൗത്ത് ഇന്ത്യയിൽ വന്ന് റയട്ട്വാരി സിസ്റ്റം എന്ത് ചെയ്യും മക്കളെ? നികുതി കൂട്ടിക്കൊണ്ടേയിരിക്കും. ഇതാണ് റയട്ട്വാരി സിസ്റ്റം. ഇത്രയും എഴുതിയാൽ മതിയടാ, മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അടുത്തതാണ് മഹൽവാരി സിസ്റ്റം, മഹൽവാരി വ്യവസ്ഥ. നമുക്കറിയാം കൊണ്ടുവന്നത് എവിടെയാ? നോർത്ത് വെസ്റ്റ് റീജിയനില. എവിടെയാ കൊണ്ടുവന്നത്? നോർത്ത് വെസ്റ്റ് റീജിയൻ, വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലാണ് എന്ത് കൊണ്ടുവന്നത്? മഹൽവാരി സിസ്റ്റം കൊണ്ടുവന്നത്. ഇനി ഇവിടെ ടാക്സ് പിരിക്കാനുള്ള അധികാരം ആർക്കാ? വില്ലേജ് ഹെഡ്മാൻ, ഗ്രാമത്തലവന. ആർക്കാ അധികാരം? ഗ്രാമത്തലവൻ, വില്ലേജ് ഹെഡ്മാനാ.
അപ്പോൾ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റിൽ ആരായിരുന്നു? സെമീന്ദാറിനായിരുന്നെങ്കിൽ റൈറ്റ് ടു വാരി സിസ്റ്റത്തിൽ അങ്ങനെ ഒരാളുണ്ടായിരുന്നില്ല. ഡയറക്ട്ലി ഫ്രം ഫാർമേഴ്സ്, കർഷകരിൽ നിന്ന് നേരിട്ടായിരുന്നു. പക്ഷേ മഹൽവാരി ആയപ്പോൾ മഹൽവാരിയിൽ ടാക്സ് പിരിക്കാൻ അധികാരം ആർക്കാ? വില്ലേജ് ഹെഡ്മാൻ ആണ്, ഗ്രാമത്തലവനാണ്. ആർക്കാണ് മക്കളെ? ഗ്രാമത്തിന്റെ തലവൻ. ആ വില്ലേജിന്റെ ഹെഡ്മാൻ ആയിട്ടുള്ള തലവനായിട്ടുള്ള ആൾക്കായിരുന്നു നികുതി പിരിക്കാനുള്ള അധികാരം. ഓക്കെ, ഇവിടെയും നികുതി നിരക്ക് എന്തായിരുന്നു? എക്സസീവ് ആയിരുന്നു, ഉയർന്ന നികുതിയായിരുന്നു. ഇവിടെയും നികുതി നിരക്ക് എന്തായിരുന്നു മക്കളെ? എക്സസീവ്, ഉയർന്ന നികുതി തന്നെയാണ് ഇവിടെയും എന്ത് ചെയ്തിരുന്നത്? ബ്രിട്ടീഷുകാർ മേടിച്ചിരുന്നത്. ഓക്കെ, അടുത്തതാണ് എൻറ്റയർ വില്ലേജ് ഈസ് കൺസിഡർഡ് ആസ് സിംഗിൾ യൂണിറ്റ് ഫോർ ടാക്സ് കളക്ഷൻ. നികുതി പിരിക്കാനായി മൊത്തം വില്ലേജിനെ ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. മൊത്തം വില്ലേജിനും ആ നികുതി വരാം. ആ നികുതി ഈക്വലി, അല്ലെങ്കിൽ അവരോരുത്തരുടെ ഭൂമി അനുസരിച്ച് ഓരോരുത്തർക്കുള്ള കൃഷി അനുസരിച്ചൊക്കെ ഈക്വലി ഡിവൈഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? നികുതി പിരിക്കുക. അപ്പോൾ മൊത്തം വില്ലേജിന് ഒരൊറ്റ നികുതി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വില്ലേജ് ഹെഡ്മാൻ മേടിച്ചിരുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് മഹൽവാരി സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ്. ഇതും നോക്കി വെക്കുക. ഇത് രണ്ടും കമ്പയർ ചെയ്ത് എഴുതാൻ 3 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ രണ്ടിനെ കുറിച്ചും ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് വീഴും. അപ്പോൾ നന്നായിട്ട് പഠിച്ചെഴുതുക, ഷോർട്ടായിട്ട് തന്നെ പഠിക്കുക, മാർക്ക് കിട്ടുന്ന രീതിക്ക് പഠിക്കുക. അതല്ലാതെ ടെക്സ്റ്റിലെ പോലെ വലിച്ചു വാരി പഠിക്കേണ്ട കാര്യം നമുക്കില്ല. നമുക്ക് മാർക്ക് മതി. അപ്പോൾ അതിന് ഷോർട്ടാക്കി പഠിച്ചാൽ മതി. മാർക്ക് ഇങ്ങനെ പഠിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും? കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കാം. ഓക്കെ, അടുത്തതാണ് മക്കളെ, അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു 2 മുതൽ 3 മാർക്കിന് വരെ ചോദിക്കുന്ന ഒരു ചോദ്യം. പരീക്ഷയ്ക്ക് 2 മുതൽ 3 മാർക്കിന് വരെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഹൗ ഡിഡ് ബ്രിട്ടീഷ് ലാൻഡ് റവന്യൂ പോളിസി മേക്ക് ദി പെസൻട്രി ഫാൾ ഈസി പ്രേ ടു ദി എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മണി ലെൻഡേഴ്സ്? എക്സ്പ്ലെയിൻ. അതായത് ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി വ്യവസ്ഥ കർഷകരെ എങ്ങനെയാണ് മണി ലെൻഡേഴ്സിന്റെ അഥവാ കൊള്ളപ്പലിശക്കാരുടെ ഇരകളാക്കി മാറ്റിയത്, പ്രേ ആക്കി മാറ്റിയത് എന്നാണ് ചോദ്യം. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമാണ്. ഈ റൈറ്റ് വാരി സിസ്റ്റവും മഹൽവാരി സിസ്റ്റവും പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് ഒക്കെ ചർച്ച ചെയ്യുന്നതിൻ്റെ ഏറ്റവും താഴെ ഒരു പച്ചപ്പെട്ടിയിൽ ഒരു ചോദ്യം കാണാം. ആ ചോദ്യമാണ് ഈ ചോദ്യം. ആ ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. 2 മുതൽ 3 മാർക്കിനാണ് ആ ചോദ്യം ചോദിക്കാറുള്ളത്. അതുകൊണ്ട് അതിനെ നിസ്സാരമായി കാണരുത്. അവിടെ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്. സിമ്പിളാണ്, മനസ്സിലാക്കി വെച്ചാൽ തന്നെ എഴുതാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അതിൻ്റെ ആൻസർ എന്താ മക്കളെ? ഈ ബ്രിട്ടീഷുകാർ കർഷകരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നികുതി കട്ട് ഓഫ് ഡേറ്റിന് മുന്നേ അടക്കണം, ഇല്ലെങ്കിൽ ഞങ്ങളൊന്ന് ഭൂമി പിടിച്ചെടുക്കുമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ബ്രിട്ടീഷുകാർ കർഷകരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പണമായി തന്നെ അടക്കണം. പണ്ട് നികുതി കൊടുത്തിരുന്നത് എങ്ങനെയാണ്? അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് കൊടുത്തിരുന്നത്. പക്ഷേ ബ്രിട്ടീഷുകാരൊന്നപ്പോൾ അവർക്ക് ഉൽപ്പന്നങ്ങൾ വേണ്ട, അവർക്ക് പണം തന്നെ വേണം, ക്യാഷ് തന്നെ വേണം. അപ്പോൾ ക്യാഷായിട്ട് ടാക്സ് അടക്കാൻ പറ്റാത്ത കർഷകർ ബ്രിട്ടീഷുകാരെ പേടിച്ച് കട്ട് ഓഫ് ഡേറ്റ് ആവുന്നതിന് മുന്നേ എന്ത് ചെയ്യും? ഭൂമി പണയപ്പെടുത്തി പൈസ പലിശക്കെടുക്കും. ഭൂമി പണയപ്പെടുത്തി എന്ത് ചെയ്യും? പൈസ പലിശക്കെടുക്കും. ഉയർന്ന പലിശക്ക് പൈസ പലിശക്കെടുത്തിട്ട് എന്ത് ചെയ്യും? നികുതി അടക്കും. പക്ഷേ പിന്നീട് ഈ പലിശ തിരിച്ചടക്കാൻ പറ്റാതെയാകുമ്പോൾ കർഷകരുടെ ഭൂമി ആര് പിടിച്ചെടുക്കും? നമ്മുടെ കൊള്ളപ്പലിശക്കാർ പിടിച്ചെടുക്കും, ജപ്തി ചെയ്തെടുക്കും. ഓക്കെ, കാരണം എന്താ? ഇവർ പൈസ പലിശക്കെടുക്കുമ്പോൾ കൃഷിഭൂമി പണയപ്പെടുത്തും. കൃഷിഭൂമി പണയപ്പെടുത്തി കൃഷിഭൂമിയുടെ ആധാരം കൊള്ളപ്പലിശക്കാരെ കയ്യിൽ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുക? ഇവർ ഭൂമി അല്ലെങ്കിൽ പൈസ പലിശക്കെടുക്കുക, പണയത്തിനെടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പൈസ എടുക്കുമ്പോൾ അത് തിരിച്ചടക്കാൻ പറ്റാതെ വരുമ്പോൾ ഈ ഭൂമി ആര് പിടിച്ചെടുക്കും? നമ്മുടെ മണി ലെൻഡേഴ്സ് പിടിച്ചെടുക്കും. ഇത് വളരെ സിമ്പിളാണ്, മനസ്സിലാക്കി വെച്ച് എഴുതാവുന്നതേ ഉള്ളൂ. ഇതൊന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. വെൻ ഫാർമേഴ്സ് വെർ അണബിൾ ടു പേ ടാക്സ് ഇൻ ഫോം ഓഫ് മണി ബിഫോർ ഡെഡ് ലൈൻ ദേ ഹാഡ് ടു ടേക്ക് ലോൺ ഫ്രം മണി ലെൻഡേഴ്സ്. അല്ലേ, കർഷകർക്ക് പണമായി നികുതി അടക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ അവർ മണി ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്ന്, കൊള്ളപ്പലിശക്കാരുടെ കയ്യിൽ നിന്ന് പൈസ കടം മേടിക്കുന്നു. ഇനി ലോൺസ് ആർ ഒബ്റ്റൈൻഡ് ബൈ മോർഗേജിംഗ് അഗ്രികൾച്ചറൽ ലാൻഡ്. എന്താ മോർഗേജിംഗ് എന്ന് പറഞ്ഞാൽ? പണയപ്പെടുത്തുക. കൃഷിഭൂമി പണയപ്പെടുത്തിയാണ് ഇവർ ലോൺ എടുത്തിരുന്നത്, ഇവർ പൈസ മേടിച്ചിരുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? അഗ്രികൾച്ചറൽ ലാൻഡ് ഓഫ് ഫാർമേഴ്സ് ഹു കുഡ് നോട്ട് പേ ബാക്ക് ദി ലോൺ ആൻഡ് ഇൻട്രസ്റ്റ് വാസ് സീസ്ഡ് ബൈ മണി ലെൻഡേഴ്സ്. പലിശ തിരിച്ചടക്കാൻ കഴിയാത്ത കർഷകരുടെ ഭൂമി എന്ത് ചെയ്യും? ഈ കൊള്ളപ്പലിശക്കാർ മണി ലെൻഡേഴ്സ് പിടിച്ചെടുക്കും എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് മനസ്സിലാക്കിയാൽ തന്നെ എഴുതാം. ഒന്ന് ആലോചിച്ചാൽ മതി. ഇതൊന്നും അങ്ങനെ കാണാപ്പാടമേ പഠിക്കേണ്ട, ഒന്ന് ആലോചിച്ചാൽ തന്നെ എഴുതാൻ പറ്റിയ കാര്യങ്ങളാണ്. ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതൊന്നും അങ്ങനെ പഠിച്ച സമയം കളയണ്ട, നിങ്ങൾക്ക് ചോദിച്ചാൽ എഴുതാൻ പറ്റും. അതിനൊരു ഏകദേശ ഐഡിയ മതി. ഇതൊക്കെ എഴുതാൻ പറ്റിയ ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങൾ അത്ര വലിയ മണ്ടന്മാരൊന്നുമല്ല. ഇതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചാൽ എഴുതാൻ പറ്റാത്ത മണ്ടന്മാരൊന്നുമല്ല നിങ്ങൾ. ഇതൊക്കെ മനസ്സിലാക്കി വെച്ച് എഴുതാൻ പറ്റുന്ന രീതിക്ക് എഴുതി വെക്കാം. ഓക്കെ, യെസ്.
അടുത്തതാണ് ഇൻഡിഗോ റിവോൾട്ട്. ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മക്കളെ ഇൻഡിഗോ റിവോൾട്ട്. ഇൻഡിഗോ റിവോൾട്ട്, നീലം കർഷകരുടെ കലാപം. എന്താ മക്കളെ? ഇൻഡിഗോ റിവോൾട്ട് അഥവാ നീലം കർഷകരുടെ കലാപം എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 4 മാർക്കിനെ ഇൻഡിഗോ റിവോൾട്ട് ചോദിക്കാം. 4 മാർക്കിന്റെ ചോദ്യമാണ് മക്കളെ, 4 മാർക്കിന്റെ ചോദ്യമാണ്. സ്കിപ്പ് ചെയ്ത് കളയാൻ പാടില്ല. പക്ഷെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ തന്നെ കാണാം ഏകദേശം 2 പേജ് നിറഞ്ഞു കിടക്കുന്ന സാധനമാണ് എന്ത്? ഇൻഡിഗോ റിവോൾട്ട്. അപ്പോൾ 2 പേജ് നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് തന്നെ 4 മാർക്കിന് ചോദിച്ചാൽ അത് ഏകദേശം കാര്യങ്ങൾ കുറേ എഴുതാനുണ്ട്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പോലെ എഴുതി തുടങ്ങിയിട്ട് വേണം അത് അവസാനിപ്പിക്കാൻ. പക്ഷേ 4 മാർക്കേ കിട്ടുള്ളൂ. അപ്പോൾ അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? സ്കിപ്പ് ചെയ്യാൻ പാടില്ല. 4 മാർക്ക് അത്ര ചെറിയ മാർക്കല്ല, വളരെ പ്രധാനപ്പെട്ടതാണ് എന്ത്? ഈ 4 മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? സ്കിപ്പ് ചെയ്ത് കളയാൻ പാടില്ല. അതൊരിക്കലും എന്ത് ചെയ്ത് കളയാൻ പാടില്ല മക്കളെ? സ്കിപ്പ് ചെയ്ത് കളയാനായിട്ട് പാടില്ല. ഓക്കെ, നോക്കാം. ഇൻഡിഗോ റിവോൾട്ടിനെ കുറിച്ച് ഏറ്റവും ഷോർട്ടാക്കി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഏറ്റവും മാക്സിമം കളഞ്ഞിട്ട് അത്രയും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയാണ് ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയേക്കുന്നത്. ഇതെന്തായാലും പഠിക്കുക, വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻഡിഗോക്ക് മാർക്കറ്റിൽ ഉയർന്ന വിലയാണ് ലഭിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് ഉയർന്ന വില ലഭിച്ചത്? കാരണം ഈ ഇൻഡിഗോ അന്ന് വളരെ പ്രധാനപ്പെട്ട സാധനമായിരുന്നു. കാരണം അന്ന് തുണിവസ്ത്ര നിർമ്മാണ രംഗത്ത് ഈ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ ഉപയോഗിച്ചിരുന്നത് എന്താ? ഇൻഡിഗോയ, നീലമാണ്. അന്ന് വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ ഉപയോഗിച്ചിരുന്നത് എന്താണ് മക്കളെ? നീലം എന്ന് പറയുന്ന ഇൻഡിഗോയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഈ സാധനം ഇന്ത്യയിൽ കർഷകരെ കൊണ്ട് കൃഷി ചെയ്യിക്കണമായിരുന്നു. അങ്ങനെ കൃഷി ചെയ്യാൻ അവർ ഓരോ മാർഗവും ആലോചിച്ചു. അങ്ങനെ അവർ കണ്ടെത്തിയ ഒരു മാർഗമാണ് കർഷകർക്ക് പണം അഡ്വാൻസ് ആയി കൊടുക്കുക. കൃഷി ചെയ്യുന്നതിന് എന്തെടുക്കുക? പൈസ അഡ്വാൻസ് ആയി കൊടുക്കുക. നമ്മുടെ കർഷകരാണെങ്കിൽ എന്തിനു വേണ്ടി അടക്കിയാണ്? എവിടെ നിന്നെങ്കിലും പൈസ ഒപ്പിച്ച് ബ്രിട്ടീഷുകാർക്ക് ടാക്സ് അടക്കാൻ തുടങ്ങി. അപ്പോഴാണ് ബ്രിട്ടീഷുകാരെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇൻഡിഗോ കൃഷി ചെയ്യാൻ നിങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് പൈസ തരാം. എന്നപ്പോൾ നമ്മുടെ കർഷകർ എന്തായിരിക്കും? ടാക്സ് അടക്കണമെങ്കിൽ എന്താണ്? പൈസ വേണം. പൈസ വേണമെങ്കിൽ എന്ത് ചെയ്യും? ഇൻഡിഗോ കൃഷി ചെയ്യാൻ സമ്മതിച്ചാൽ തന്നെ പൈസ കിട്ടും. അപ്പോൾ ആ പൈസ കൊണ്ട് എന്ത് ചെയ്യുക? ടാക്സ് അടക്കാം. അപ്പോൾ അങ്ങനെ ചിന്തിച്ച കർഷകരൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? ബ്രിട്ടീഷുകാരോട് പറഞ്ഞു ഞങ്ങൾ ഇൻഡിഗോ കൃഷി ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇൻഡിഗോ കൃഷി ചെയ്യാമെന്ന് പറഞ്ഞ കർഷകർക്കൊക്കെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അഡ്വാൻസ് ആയി പൈസ കൊടുത്തു. ആ കിട്ടിയ പൈസ വെച്ച് അവരെന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ ലോൺ അടച്ചു കൊടുത്തു. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്തു? ടാക്സ് അടച്ചു. അപ്പോൾ ഈ കർഷകർ അഡ്വാൻസ് എമൗണ്ട് കൈപ്പറ്റിയതോടുകൂടി അവർ ബ്രിട്ടീഷുകാർ പറയുന്ന അത്ര ഭൂമിയിൽ, അവരുടെ ഭൂമിയിൽ എന്ത് ചെയ്യേണ്ടി വന്നു? ഇൻഡിഗോ കൃഷി ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഇൻഡിഗോ കൃഷി ചെയ്ത് വിളവെടുക്കുന്ന സമയമാകുമ്പോൾ മിഡിൽ ഏജന്റുമാർ വരും. ഈ ഏജന്റുമാർ വന്ന് നമ്മുടെ ഈ കർഷകരെ എന്ത് ചെയ്യാൻ തുടങ്ങി? ചൂഷണം ചെയ്യാൻ തുടങ്ങി. നല്ല വിലക്ക് ഇൻഡിഗോ വിറ്റിട്ട് വില കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കർഷകരെ പറ്റിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ കർഷകർ എന്തായി? പറ്റിക്കപ്പെട്ടു. അവസാനം എന്നാലും അവർ ഇൻഡിഗോ കൃഷിയൊക്കെ ചെയ്ത് മുന്നോട്ടേക്ക് പോയി. എന്നാൽ പിന്നീട് ആർട്ടിഫിഷ്യൽ കളേഴ്സ് കണ്ടുപിടിച്ചതോടുകൂടി, ആർട്ടിഫിഷ്യൽ കളേഴ്സ് അഥവാ എന്താ കൃത്രിമ ചായങ്ങൾ കണ്ടുപിടിച്ചതോടുകൂടി ബ്രിട്ടീഷുകാർ ഇൻഡിഗോ മേടിക്കുന്നത് നിർത്തി. കർഷകരാണെങ്കിൽ കൃഷിഭൂമിയിൽ ഭൂരിപക്ഷവും ഇൻഡിഗോ കൃഷി ചെയ്തുകൊണ്ട് അവരെന്താണ്? ഇൻഡിഗോ ബ്രിട്ടീഷുകാർ മേടിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷേ ബ്രിട്ടീഷുകാർ ഇൻഡിഗോ മേടിക്കാതെയായി. പിന്നെ ഇതൊന്നിനും ഉപയോഗിക്കാൻ പറ്റൂല. കാരണം വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, വേറൊന്നിനും അത് ഉപയോഗിക്കാൻ പറ്റൂല. കർഷകർ എന്ത് ചെയ്യുമെന്ന് അറിയാതെ കുഴഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് 1859 നീലം കർഷകർ എന്ത് ചെയ്തത്? ബംഗാളിലെ നീലം കർഷകർ അവർ ഇൻഡിഗോ കൃഷി അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിക്കുകയും അവർ ഇൻഡിഗോ ഫാക്ടറികൾ ആക്രമിക്കാനും തുടങ്ങി. അവർ എന്ത് ചെയ്യാൻ തുടങ്ങി മക്കളെ? ഇൻഡിഗോ ഫാക്ടറി ആക്രമിക്കാൻ തുടങ്ങി. ആക്രമിക്കാൻ തുടങ്ങിയതിൽ അവർ കൈ കിട്ടിയ അമ്പും വില്ലും കുന്തവും കുടച്ചക്രവും എടുത്തിട്ടാണ് അവർ എന്ത് ചെയ്തത്? ഇൻഡിഗോ ഫാക്ടറികളെല്ലാം അടിച്ചു പൊളിക്കാൻ തുടങ്ങിയത്. ഓക്കെ, ഈ സമരത്തിൽ ഒരുപാട് സ്ത്രീകളും കർഷകരോടൊപ്പം പങ്കാളികളായി. ഓക്കെ, അങ്ങനെ ഈ വാർത്ത മൊത്തത്തിൽ ജനങ്ങൾ അറിയുന്നു. ഈ വാർത്ത വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നു. അങ്ങനെ ഇവർക്ക് സപ്പോർട്ട് കൊണ്ടുകൊണ്ട് ഒരുപാട് എഡ്യൂക്കേറ്റഡ് പീപ്പിൾ കൽക്കട്ടയിൽ നിന്നെത്തി ഇവർക്ക് എന്ത് കൊടുക്കുന്നു? സപ്പോർട്ട് കൊടുക്കുന്നു. അങ്ങനെ ഈ സമരത്തെ തണുപ്പിക്കാൻ ഗവൺമെൻറ്, അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്താ ചെയ്തത്? ഒരു കമ്മീഷനെ വെച്ചു. ഈ പ്രശ്നത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെ വെച്ചു. അങ്ങനെ ആ കമ്മീഷൻ എന്ത് കണ്ടെത്തി? ഇൻഡിഗോ കൃഷി ലാഭകരമല്ല, അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് ആര് കണ്ടെത്തി? ഈ കമ്മീഷൻ കണ്ടെത്തി. അപ്പോൾ ഇതാണ് ഇൻഡിഗോ കൃഷിയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള. ഇൻഡിഗോ റിവോൾട്ടിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇത്രയും കാണുമ്പോൾ നമുക്ക് വളരെ വലുതായിട്ട് തോന്നാം. പക്ഷെ ഒരു കഥ പോലെ ഓർത്ത് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റിയ കാര്യങ്ങളാണ്. നമ്മൾ അധികം ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഒന്ന് കഥ പോലെ ഓർത്ത് വെക്കുക. നിങ്ങൾ ഈ ഇൻഡിഗോ റിവോൾട്ടിനെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞ കഥ എന്ത് ചെയ്യുക? ഒരു 2-3 വട്ടം കേൾക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ഒരു ഓട്ടോമാറ്റിക്കലി ഒരു കഥ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തും. ഈ കഥ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡിഗോ റിവോൾട്ട് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. അതിനെപ്പറ്റി ഓരോന്ന് പറഞ്ഞുതരാം. ഇൻഡിഗോ ഹാഡ് ഹൈ പ്രൈസ് ഇൻ മാർക്കറ്റ് അല്ലേ? നമുക്കറിയാവുന്ന പോലെ ഇൻഡിഗോ മാർക്കറ്റിൽ ഉയർന്ന വില ലഭിച്ചിരുന്നു. യൂസ്ഡ് ഫോർ ഡൈയിങ്, അതെന്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത്? വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാനാണ് ഉപയോഗിച്ചിരുന്നത്. ഇനി ബ്രിട്ടീഷ് ഗേവ് ഫാർമേഴ്സ് എ ഗുഡ് എമൗണ്ട് ആസ് അഡ്വാൻസ് അല്ലേ? കർഷകരെ കൊണ്ട് നീലം കൃഷി ചെയ്യിക്കാൻ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? നല്ലൊരു തുക അഡ്വാൻസ് ആയി കൊടുക്കാൻ തുടങ്ങി. ഈച്ച് ഫാർമർ ഹു ആക്സെപ്റ്റഡ് ദി അഡ്വാൻസ് എമൗണ്ട് ഫ്രം ദി ബ്രിട്ടീഷ് വാസ് ലയബിൾ ടു പ്ലാന്റ് ഇൻഡിഗോ ഇൻ എ ഫിക്സ്ഡ് പോർഷൻ ഓഫ് ഹിസ് ലാൻഡ്. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ്
അഡ്വാൻസ് വാങ്ങിയ കർഷകർ അവരുടെ ഭൂമിയിൽ ഒരു നിശ്ചിത ഭാഗത്ത് ഇൻഡിഗോ കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. ഡ്യൂ ടു ദി interference of British agent in harvesting season, farmers received only lower price. എന്താണ് ബ്രിട്ടീഷ് ഏജന്റുമാരുടെ ഇടപെടൽ മൂലം ഈ ഹാർവസ്റ്റിംഗ് സീസൺ വിളവെടുപ്പ് കാലത്ത് കർഷകർക്ക് കുറഞ്ഞ വില മാത്രമേ ഇൻഡിഗോക്ക് ലഭിച്ചുള്ളൂ. ഇനി when artificial colors invented, indigo became unwanted. എന്താ ആർട്ടിഫിഷ്യൽ കളേഴ്സ് കണ്ടുപിടിച്ചപ്പോൾ, കൃത്രിമ ചായങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ ഇൻഡിഗോ വേണ്ടാത്ത വസ്തുവായി മാറി, ഉപയോഗശൂന്യമായ വസ്തുവായി മാറി, ആർക്കും ആവശ്യമില്ലാത്ത വസ്തുവായി മാറി. ഓക്കെ, അങ്ങനെ ഇരിക്കെയാണ് 1859 ബംഗാളിലെ ഫാർമേഴ്സ് അവർ ഇൻഡിഗോ കൃഷി നിർത്തുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇൻഡിഗോ ഫാക്ടറി ആക്രമിക്കാൻ തീരുമാനിച്ചു. സെവറൽ വുമൻസ് ഓൾസോ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ റിവോൾട്ട്. ഈ കലാപത്തിൽ ഒരുപാട് സ്ത്രീകളും പങ്കാളികളായി. അങ്ങനെ several educated people from Calcutta reached the revolt areas and extended their support. ഒരുപാട് വിദ്യാസമ്പന്നരായ ആളുകൾ കൽക്കട്ടയിൽ നിന്ന് കലാപഭൂമികളിലെത്തി കലാപത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഓക്കെ, അങ്ങനെ സർക്കാർ എത്രയും പെട്ടെന്ന് ഒരു കമ്മീഷനെ നിയമിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ പറയുന്നു. അങ്ങനെ കമ്മീഷൻ പറയുന്നു ഇൻഡിഗോ കൃഷി ലാഭകരമല്ല, അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് ആര് പറയുന്നു മക്കളെ? കമ്മീഷൻ പറയുന്നു. വളരെ സിമ്പിളാണ്, ഒന്നും കൂടിയും കേട്ട് ഓർത്ത് വെച്ച് എഴുതാം. വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റിയ കാര്യങ്ങളാണ്. ഇത്ര വലിയ ആനക്കാര്യമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. കാണുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ 2 പേജൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോ പേടി പോലെ തോന്നും, കുറേ ഉണ്ടെന്നൊക്കെ തോന്നും. പക്ഷേ വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റിയ കാര്യങ്ങളേ ഉള്ളൂ ഇന്ത്യയിലെ ഇൻഡിഗോ റിവോൾട്ടിലുള്ളൂ. അപ്പോൾ ആ ഇൻഡിഗോ റിവോൾട്ട് എന്ത് ചെയ്യുക? വളരെ സിമ്പിളായിട്ട് തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പഠിക്കും, നിങ്ങൾക്ക് ഉറപ്പായിട്ടും പഠിക്കാൻ പറ്റും. ഓക്കെ, ഒരു കഥ പോലെ ഇത് ഓർത്ത് വെക്കുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഒരു കഥ പോലെ ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തതാണ് സാന്താൾ റിവോൾട്ട്. നമുക്കറിയാം ഈ ഒരു ചാപ്റ്ററിൽ മൊത്തം റിവോൾട്ടുകളെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ബ്രിട്ടീഷുകാരെ ചൂഷണങ്ങളെ പറ്റി പറയുമ്പോൾ നമുക്ക് ഒരുപാട് റിവോൾട്ടുകളെ പറ്റിയാണ് ഈ ഒരു ചാപ്റ്ററിൽ എന്ത് ചെയ്യാനുള്ളത്? മെയിനായിട്ട് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ നോക്കാം, സാന്താളുകൾ ആരാണെന്നാണ് ആദ്യം പഠിക്കുന്നത്. സാന്താൾ റിവോൾട്ടിനെ പറ്റി പഠിക്കുമ്പോൾ സാന്താളുകൾ ആരാണെന്ന് പഠിക്കണം. സാന്താൾസ് ആർ ട്രൈബ്സ് ഇൻഹിബിറ്റ് ഇൻ ദി വാലി ഓഫ് രാജ്മഹൽ ഹിൽസ്. രാജ്മഹൽ കുന്നുകളുടെ താഴ്വരകളിൽ താമസിക്കുന്ന ആദിവാസി വിഭാഗത്തെയാണ്, ഗോത്ര വിഭാഗത്തെയാണ് സാന്താളുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മക്കളെ, ആരാണ് സാന്താളുകൾ? രാജ്മഹൽ എന്ന് പറയുന്ന കുന്നുകളുടെ താഴ്വരയിൽ, വാലീസിൽ താമസിക്കുന്ന ഗോത്ര വിഭാഗത്തെ, ട്രൈബൽ ഗ്രൂപ്പിനെയാണ് എന്ത് വിളിക്കുന്നത്? സാന്താളുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സാമ്പാർ അല്ലാട്ട മക്കളെ, സാന്താൾ. പലരും സാമ്പാർ റിവോൾട്ട് എന്നൊക്കെ എഴുതി വെക്കാറുണ്ട്, ഒരിക്കലും തെറ്റിക്കാതിരിക്കുക. സാമ്പാർ റിവോൾട്ട് അല്ല, സാന്താൾ റിവോൾട്ട്. ഓക്കെ, ഇനി റെസിസ്റ്റൻസ് അഗേൻസ്റ്റ് ബ്രിട്ടീഷ് ഇൻ 1855. ഈ സാന്താളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയതെന്നാ 1855 എന്നാണ് മക്കളെ? 1855 സാന്താളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് നടത്തിയത്? കലാപം നടത്തിയത്, അല്ലെങ്കിൽ സമരം നടത്തിയത്, പ്രതിഷേധങ്ങൾ നടത്തിയത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇവർ എന്തുകൊണ്ടാണ് പ്രതിഷേധം നടത്തിയത്. 1855 ഇവർ പ്രതിഷേധം നടത്താനുള്ള കാരണങ്ങൾ എന്തായിരുന്നു എന്ന് നോക്കാം. നമുക്കറിയാം ട്രൈബൽ ഗ്രൂപ്പാണ്, ഗോത്രവിഭാഗമാണ്. അവരുടെ ജീവിത രീതി എങ്ങനെയായിരിക്കും നമുക്കറിയാം. നോക്കിയേ, ഗ്യാതറിങ്, ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, കാറ്റിൽ റിയറിങ്, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, ഹണ്ടിങ്, ഇതെല്ലാമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ജീവിത രീതി അല്ലേ. എന്താണ്? കാടിനുള്ളിൽ കയറി കാട്ടിലെ സാധനങ്ങൾ ശേഖരിക്കുക, വേട്ടയാടുക, മൃഗങ്ങളെ വളർത്തുക, മരങ്ങൾ വെട്ടിത്തെളിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? അവിടെ കൃഷി ചെയ്യുക. ഇതെല്ലാമായിരുന്നു ആദിവാസികളുടെ, പണ്ടുള്ള ഗോത്രവിഭാഗങ്ങളുടെ പ്രധാനപ്പെട്ട ജീവിത രീതി അല്ലേ. പണ്ട് ആദിവാസികൾ അങ്ങനെയാണ്, കാടുമായി ബന്ധപ്പെടുന്ന ജീവിതമാണ് അവരുടേത്. അവർ പ്രകൃതിയോട് കുറച്ചുകൂടി ഇണങ്ങി ജീവിക്കുന്ന ആളുകളായിരുന്നു ആദിവാസികൾ. അതുകൊണ്ട് തന്നെ അവരുടെ പ്രധാനപ്പെട്ട ജീവിത രീതി എന്താണ്? ഈ പറഞ്ഞ പോലെ കാടിൻ്റെ ഉള്ളിൽ കയറി കാട്ടിലെ പഴങ്ങളും മറ്റു കാട്ടുതേനും ഒക്കെ ശേഖരിക്കുക, അതുപോലെ തന്നെ മൃഗങ്ങളെ വളർത്തുക, അതുപോലെ തന്നെ കാടുകൾ വെട്ടിത്തെളിച്ച് അവിടെ കൃഷി ചെയ്യുക, അതുപോലെ കാട്ടിനുള്ളിൽ കയറി മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിക്കുക. ഇതെല്ലാമായിരുന്നു ആദിവാസികളുടെ, അല്ലെങ്കിൽ അന്നത്തെ ട്രൈബൽ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട ജീവിത രീതി എന്ന് പറയുന്നത് അല്ലെ. ഈ ട്രൈബൽ ഗ്രൂപ്പ്, ഈ ആദിവാസി വിഭാഗങ്ങൾ പിന്നീട് അവർ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്താനുണ്ടായ കാരണമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അങ്ങനെ ഒരു കുഴപ്പവുമില്ലാതെ കാടുമായി ബന്ധപ്പെട്ട് ജീവിച്ചു പോന്നിരുന്ന ആദിവാസികൾ പിന്നീട് ആ കാടിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി. കാരണം എന്താ? ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഫോറസ്റ്റ് ആക്ട് ആണ്. ബ്രിട്ടീഷുകാർ എന്ത് കൊണ്ടുവന്നു? ഫോറസ്റ്റ് ആക്ട് കൊണ്ടുവന്നു, അഥവാ വനങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നുള്ളൊരു നിയമം കൊണ്ടുവന്നു. അതോടുകൂടി ഇവിടെ ആദിവാസികളുടെ ജീവിതം ദുരിതത്തിലായി. അവർക്ക് കാടിൻ്റെ ഉള്ളിൽ കയറാനോ, കാടിൻ്റെ ഉള്ളിൽ കയറി മൃഗങ്ങളെ വേട്ടയാടാനോ, കാടുകൾ വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യാനോ അങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്യാൻ പറ്റാതെയായി. കാടുകളിൽ കയറുന്നത് ഇവർക്ക് നിരോധനം ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തി. അപ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞ കാടുകളൊക്കെ സംരക്ഷിക്കാനുള്ളതാണ്, പ്രകൃതിയെ സംരക്ഷിക്കാനുള്ളതാണെന്നുള്ളത് ന്യായമായിരുന്നു ആര് പറഞ്ഞത്? ബ്രിട്ടീഷുകാർ പറഞ്ഞത്. എന്നിട്ട് അതേ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് റൈറ്റ്ലി ഫെൽഡ് ട്രീസ് ഫ്രം ഫോറസ്റ്റ്
ടു ലേ റെയിൽവേ ലൈൻ, ബിൽഡ് ഷിപ്സ് ആൻഡ് ഫോർ പ്ലാന്റേഷൻ. റെയിൽവേ പണിയാനും കപ്പൽ പണിയാനുമായി ഇതേ ബ്രിട്ടീഷുകാർ മരങ്ങളെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി? വെട്ടിക്കളയാൻ തുടങ്ങി. സാന്താളുകളോട് ബ്രിട്ടീഷ് പറഞ്ഞു കാടുകളെ സംരക്ഷിക്കണം, അതുകൊണ്ട് നിങ്ങളൊന്നും കാട്ടിൽ കയറി ഇതേപോലെ ഒന്നും ചെയ്യാൻ പാടില്ല. എന്നിട്ട് ബ്രിട്ടീഷുകാർ എന്താ ചെയ്തത്? കാട്ടിൻ്റെ ഉള്ളിൽ കയറുന്നു, മരങ്ങൾ വെട്ടുന്നു, റെയിൽവേ പണിയുന്നു, കപ്പലുണ്ടാക്കുന്നു, അങ്ങനെയുള്ള എല്ലാ പണിയും ബ്രിട്ടീഷുകാർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് ആര് കാണുന്നുണ്ട്? സാന്താളുകൾ കാണുന്നുണ്ട്. സാന്താളുകൾ എന്ത് ചെയ്യും? കലാപം നടത്താൻ തുടങ്ങും അല്ലേ? അപ്പോൾ അവർക്ക് അതിൻ്റെ ബ്രിട്ടീഷുകാരുടെ എതിർപ്പുണ്ടാവും. അത് മാത്രമല്ല, ഇനി അഥവാ ഈ നിയമങ്ങളൊക്കെ ലംഘിച്ച് ഒരു കാടിൻ്റെ ഉള്ളിൽ കയറി കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങളൊക്കെ ശേഖരിച്ച് പുറത്തുകൊണ്ടെന്ന് വിൽക്കാൻ തീരുമാനിച്ചാൽ നിയമം ലംഘിച്ചുകൊണ്ട് സാന്താളുകൾ കാടിൻ്റെ ഉള്ളിൽ കയറുകയും കാടിൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങൾ ശേഖരിക്കുകയും അത് ശേഖരിച്ച് പുറത്ത് വിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ആ സാധനങ്ങൾക്ക് എന്ത് ചുമത്തി? ഹൈ റേറ്റ് ഓഫ് ടാക്സ്, എന്താണ്? ഉയർന്ന നികുതി ചുമത്തി. അപ്പോൾ അങ്ങനെ ഉയർന്ന നികുതി ചുമത്തി ഇവരെ പരമാവധി ബുദ്ധിമുട്ടിക്കാൻ ആര് തുടങ്ങി? ബ്രിട്ടീഷുകാർ പരമാവധി ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോഴാണ് സാന്താളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് ചെയ്യാൻ തുടങ്ങിയത്? കലാപം നടത്താൻ തുടങ്ങിയത്. ഈ കാരണങ്ങളാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കലാപത്തിന് കാരണമായത്. അപ്പോൾ നോക്കി വെക്കുക, ചോദിക്കാറുള്ള ചോദ്യമാണ് സാന്താൾ റിവോൾട്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കി വെച്ചേക്കാം. യെസ്, അടുത്തതാണ് റീസൺ ഫോർ കുറിച്യ റിവോൾട്ട്. 3 മാർക്കിൻ്റെ വളരെ ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 3 മാർക്കിൻ്റെ ചോദ്യമാണ് കുറിച്യ റിവോൾട്ട്. കുറിച്യ കലാപത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം? 3 കാരണങ്ങളാണ് ഉണ്ടായത്. ഒന്നാമത്തത് ഇമ്പോസിഷൻ ഓഫ് എക്സസീവ് ടാക്സ്, ബ്രിട്ടീഷുകാർ ചുമത്തിയ ഉയർന്ന നികുതി. രണ്ടാമത്തത് കമ്പൽഷൻ ഫോർ പേയിങ് ടാക്സ് ഇൻ ക്യാഷ്, നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചത്. മൂന്നാമത്തതാണ് സീസിംഗ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ പേയ്മെന്റ് ഓഫ് ടാക്സ്, നികുതി അടച്ചില്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഈ നികുതി ഇവരുടെ ഭൂമി എന്ത് ചെയ്യും? സീസ് ചെയ്തെടുക്കും, പിടിച്ചെടുക്കും. ഈ 3 കാരണങ്ങൾക്കെതിരായിട്ടാണ് കുറിച്യ വിഭാഗം, വയനാട്ടിലുള്ള കുറിച്യ ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് നടത്തിയത്? കലാപം നടത്തിയത്. അപ്പോൾ 3 കാരണങ്ങൾ, 3 മാർക്ക്. ചോദിക്കുന്ന ചോദ്യം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഷുവർ ക്വസ്റ്റ്യൻ. ഓക്കെ, കുറിച്യ കലാപത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാം? കുറിച്യ കലാപത്തിന്റെ കാരണങ്ങൾ 3 എണ്ണമാണ്. ഉയർന്ന നികുതി ചുമത്തിയത്, ഇമ്പോസിഷൻ ഓഫ് എക്സസീവ് ടാക്സ്. രണ്ടാമത്തത് നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചത്, കമ്പൽഷൻ ഫോർ പേയിങ് ടാക്സ് ഇൻ ക്യാഷ്. മൂന്നാമത്തതാണ് സീസിംഗ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ പേയ്മെന്റ് ഓഫ് ടാക്സ്, നികുതി അടയ്ക്കാത്ത കർഷകരുടെ ഭൂമി പിടിച്ചെടുത്തത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യാം? നോക്കി വെക്കാം. ഈ കലാപം നടത്തിയത്, കുറിച്യ റിവോൾട്ട് നടത്തിയത് 2 ട്രൈബൽ ഗ്രൂപ്പായിരുന്നു, കുറിച്യ ട്രൈബും കുറുമ്പ ട്രൈബും. വയനാട്ടിലെ കുറിച്യ ട്രൈബും കുറുമ്പ ട്രൈബും ഏകദേശം 1812 ഇവർ കലാപം നടത്തിയത്. ഈ കലാപത്തെ ലീഡ് ചെയ്ത വ്യക്തിയായിരുന്നു രാമനമ്പി. അത് നോക്കി വെക്കണം. കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരായിരുന്നു? രാമനമ്പി ആയിരുന്നു. കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരായിരുന്നു മക്കളെ? രാമനമ്പി ആയിരുന്നു. അതൊന്ന് നോക്കി വെക്കാം. കുറിച്യ കലാപത്തിന്റെ നേതാവ് രാമനമ്പി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ രാമനമ്പിയെ പിടികൂടി വധിച്ചതിന് ശേഷമാണ് കലാപം പൂർണ്ണമായി അടിച്ചമർത്താൻ ആർക്ക് സാധിച്ചത്? ബ്രിട്ടീഷുകാർക്ക് സാധിച്ചത്. ഓക്കെ, മറ്റ് കലാപങ്ങളുടെ പേരും ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഘോൾ കലാപം, ഖാസി കലാപം, മുണ്ടാ റെബല്യൻ, ബിൽ റെബല്യൻ എന്നൊക്കെ പേരുള്ള പല കലാപങ്ങളുടെ ട്രൈബൽ ഇൻസർജൻസി അഥവാ ഗോത്ര വിഭാഗങ്ങളുടെ, ആദിവാസി വിഭാഗങ്ങളുടെ കലാപങ്ങളെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ആ പേരൊന്ന് നോക്കി വെച്ചേക്കാം. പേര് മാത്രം എന്ത് ചെയ്യുക? ഒന്ന് നോക്കി വെക്കുക. ചോദിക്കാറുള്ള ചോദ്യമാണ് ഈ കുറിച്യ റിവോൾട്ടിന്റെ കാരണം അല്ലെങ്കിൽ കുറിച്യ റിവോൾട്ട്. കുറിച്യ റിവോൾട്ട് ചോദിച്ചാലും കുറിച്യ റിവോൾട്ടിന്റെ കാരണങ്ങൾ ചോദിച്ചാലും ഇതെന്തായാലും എഴുതണം. ഈ പറഞ്ഞ പോലെ കഥയാക്കി തന്നെ എഴുതാം. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എഴുതി വെക്കാം. ഓക്കെ അല്ലേടാ? യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് റീസൺ ഫോർ ദി ഡിക്ലൈൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ഇന്ത്യയിലെ തുണി വ്യവസായം തകരാൻ അല്ലെങ്കിൽ പരമ്പരാഗത ഇന്ത്യൻ വ്യവസായങ്ങൾ തകരാനുണ്ടായ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിക്കും. ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇന്ത്യയിലെ വ്യവസായങ്ങൾ തകരാനുണ്ടായ കാരണം എന്താണെന്നുള്ളൊരു ചോദ്യം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് അങ്ങനെ തന്നെ ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തതാണ് ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് മെഷീൻ മെയ്ഡ് ടെക്സ്റ്റൈൽസ് ഫ്രം ബ്രിട്ടൻ. ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവന്ന മെഷീൻ മെയ്ഡ് ടെക്സ്റ്റൈൽസ്, യന്ത്രനിർമ്മിത വസ്ത്രങ്ങളാണ് ഇന്ത്യയിലെ തുണി വ്യവസായത്തെ തകർത്തത്. കാരണം അത് ചീപ്പർ റേറ്റ് ആയിരുന്നു, വിലക്കുറവായിരുന്നു. അത് വളരെ എളുപ്പത്തിൽ വിറ്റുപോയി. രണ്ടാമത്തതാണ് എക്സ്പാൻഷൻ ഓഫ് റെയിൽവേയുടെ വ്യാപനം. ഇന്ത്യയിൽ റെയിൽവേ വ്യാപനമായത് ഇന്ത്യയിലെ തുണി വ്യവസായത്തെ തകർക്കുന്നതിന് കാരണമായി. കാരണം ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്ന യന്ത്രനിർമ്മിത വസ്ത്രങ്ങൾ കപ്പലുകളിൽ നിന്ന് അല്ലെങ്കിൽ തുറമുഖ നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാനും ഗ്രാമങ്ങളിൽ നിന്ന് ഇവർ ശേഖരിക്കുന്ന പരുത്തികൾ തുറമുഖങ്ങളിലേക്ക് എത്തിക്കാനും ബ്രിട്ടീഷുകാരെ സഹായിച്ചത് എന്തായിരുന്നു? റെയിൽവേ ആയിരുന്നു. അതുകൊണ്ടാണ് റെയിൽവേയുടെ വ്യാപനം ഇന്ത്യയിലെ തുണി വ്യവസായത്തെ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ തകർക്കാൻ കാരണമായി എന്ന് പറയുന്നത്. അടുത്തതാണ് എക്സ്പോർട്ട് ഓഫ് റോ മെറ്റീരിയൽസ്. ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന പരുത്തി, ഈ പരുത്തി ഉപയോഗിച്ചാണ് അവർ എന്ത് ചെയ്തത്? നൂലുണ്ടാക്കി ആ നൂല് വെച്ച് മെഷീൻ മെയ്ഡ് ടെക്സ്റ്റൈൽസ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അതുമാത്രമല്ല, ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന തുണികൾക്ക് ഇംപ്ലിമെന്റേഷൻ ഓഫ്
ഹയർ ടാക്സ് ഓൺ ഇന്ത്യൻ ടെക്സ്റ്റൈൽസ്. ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകുന്ന തുണികൾക്ക്, ഇന്ത്യൻ വസ്ത്രങ്ങൾക്ക് ഉയർന്ന നികുതി ബ്രിട്ടീഷുകാർ ചുമത്തി. അപ്പോൾ ആരും അവിടെ തുണി മേടിക്കാതെയായി. അവിടെ നിന്ന് വിലക്കുറവുള്ള തുണികൾ നോക്കി ആൾക്കാർ മേടിക്കാൻ തുടങ്ങി. അതോടുകൂടി ഇന്ത്യയിലെ വ്യവസായം തകരാൻ തുടങ്ങി. ഏറ്റവും അവസാനത്തതാണ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ടോർച്ചർ ഓഫ് ബ്രിട്ടീഷ് ഓഫീസേഴ്സ്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ചൂഷണവും ടോർച്ചറും സഹിക്കാൻ വഴിയാതെയാണ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഒരുപാട് വ്യവസായികൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ഈ പണി അവസാനിപ്പിക്കാൻ തുടങ്ങിയത്. ഒരുപാട് തൊഴിലാളികൾ ഈ പണി അവസാനിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഡിക്ലൈൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഇന്ത്യയിലെ തുണി വ്യവസായത്തിൻ്റെ തകർച്ച അത് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ പരമ്പരാഗത ഇന്ത്യൻ വ്യവസായങ്ങളുടെ തകർച്ചയെക്കുറിച്ച് ചോദിക്കാറുണ്ട്. 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യം 4 പോയിന്റ് എഴുതണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി കൊടുത്താൽ, ഈ ആദ്യത്തെ 2 പോയിന്റിന് എക്സ്പ്ലനേഷൻ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ആ 2 പോയിന്റിൻ്റെയും എക്സ്പ്ലനേഷൻ നിങ്ങൾ എഴുതി വെച്ചാൽ കുറച്ചുകൂടി നല്ലതാണ്. മാർക്ക് ടീച്ചർമാർ വാരിക്കോരി തരും. അതായത് വേറെ ഏതെങ്കിലുമൊക്കെ പോയിന്റിൽ എന്തെങ്കിലുമൊക്കെ തെറ്റിയാലും ടീച്ചർമാർ ആ എക്സ്പ്ലനേഷൻ എഴുതിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 മാർക്ക് തരും എന്നുള്ളതാണ് കാര്യം. അപ്പോൾ എന്ത് ചെയ്യുക, എക്സ്പ്ലനേഷൻ അടക്കം എഴുതി ടീച്ചർമാരെ ഇംപ്രസ് ചെയ്യിക്കുക. എക്സ്പ്ലനേഷൻ അടക്കം എഴുതി ടീച്ചർമാർ എന്ത് ചെയ്യിക്കുക മക്കളെ, ഇംപ്രസ് ചെയ്യിക്കുക. ഓക്കെ, യെസ്. അടുത്തതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. അങ്ങനെ ചോദിക്കാറൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞുതരാം, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താ, ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മളുടെ കർഷകർ എന്താ ചെയ്തിരുന്നത്, കൃഷി ചെയ്തിരുന്നു. ആ കൃഷി അവരുടെ ആവശ്യങ്ങൾക്കും അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കും അവരുടെ ഗ്രാമത്തിൻ്റെ ആവശ്യങ്ങൾക്കും അനുസരിച്ചാണ് അവർ കൃഷി ചെയ്തിരുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഈ കർഷകരോട് മാർക്കറ്റിലെ നീഡിനനുസരിച്ച്, മാർക്കറ്റിലെ ഡിമാൻഡിനനുസരിച്ച് കൃഷി ചെയ്യാൻ നിർബന്ധിച്ചു. മാർക്കറ്റിലെ ഡിമാൻഡ് എന്തിനാണ് ഉണ്ടാവുക, ബ്രിട്ടീഷുകാർക്ക് വേണ്ട സാധനങ്ങൾക്കാണ് അല്ലേ. ബ്രിട്ടീഷുകാരാണ് മാർക്കറ്റിൽ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് വേണ്ട സാധനങ്ങൾക്കാണ് മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ആ ഡിമാൻഡിനനുസരിച്ച് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഇവിടെ കൃഷി ചെയ്യാൻ തുടങ്ങും. ബ്രിട്ടീഷുകാർക്ക് എന്താ വേണ്ടത്, നമ്മുടെ അരിയും ഗോതമ്പൊക്കെയാണോ വേണ്ടത്, അല്ല. അവർക്ക് വേണ്ടത് സ്പൈസസ് ആണ്. കുരുമുളകും അല്ലെങ്കിൽ അതുപോലുള്ള ഏലക്ക പോലുള്ള സുഗന്ധവ്യഞ്ജനങ്ങളാണ് ആർക്ക് വേണ്ടത്, ബ്രിട്ടീഷുകാർക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഭക്ഷ്യവിളകൾക്ക്, ഫുഡ് ക്രോപ്സിന് വേണ്ടി കൃഷി ചെയ്തിരുന്ന ഭൂമി പതുക്കെ പതുക്കെ കൊമേഴ്ഷ്യൽ ക്രോപ്സ്, ക്യാഷ് ക്രോപ്സ് കൃഷി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അത് ഒരു ട്രാൻസ്ഫോർമേഷനായി ഫുഡ് ക്രോപ്സിൽ നിന്ന് ക്യാഷ് ക്രോപ്സിലേക്ക്, ഭക്ഷ്യവിളകളിൽ നിന്ന് നാണ്യവിളകളിലേക്കുള്ള ആ ഒരു മാറ്റത്തെ, ആ ഒരു ട്രാൻസ്ഫോർമേഷനെ വിളിക്കുന്ന പേരാണ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ അഥവാ കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെക്കാം, ഒരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ച് എഴുതിയേക്കാം. അതല്ലാതെ അത് മൊത്തത്തിൽ കാണാപ്പാഠം പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, മനസ്സിലാക്കി വെച്ച് എഴുതാം. ഒരു തവണ ചോദിച്ചതാണ്. അപ്പോൾ അഥവാ ഇതേപോലെ എന്തെങ്കിലും മാറ്റിയും മറിച്ചൊക്കെ ചോദിക്കാൻ തീരുമാനിച്ചാൽ അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ അതൊന്ന് വായിച്ച് മനസ്സിലാക്കി എഴുതുന്ന രീതിക്ക് പോയേക്കാം. ഓക്കെ, യെസ്. അടുത്തതാണ് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ വർക്കേഴ്സ് ഇൻ മോഡേൺ ഇൻഡസ്ട്രി. ബ്രിട്ടീഷുകാർ ആരംഭിച്ച മോഡേൺ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആധുനിക വ്യവസായങ്ങളിൽ തൊഴിലാളികൾ നേരിട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് എന്തെല്ലാമായിരുന്നു എന്നാണ് ചോദ്യം. ഒന്നാമതാണ് പ്രൊലോങ്ഡ് വർക്കിംഗ് അവേഴ്സ്. അവർക്ക് ധാരാളം സമയം എന്ത് ചെയ്യേണ്ടി വന്നു, ജോലി എടുക്കേണ്ടി വന്നു. നമ്മൾ പറയാറുണ്ട് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അവർക്ക് അതൊന്നും ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് കുറേ നേരം എന്ത് ചെയ്യേണ്ടി വന്നിരുന്നു, ജോലി എടുക്കേണ്ടി വന്നിരുന്നു. ഇനി അങ്ങനെ ജോലി എടുക്കുന്നതിനുള്ള ശമ്പളം കൊടുക്കോ, അതില്ല. മിയഗർ വേജസ്, അവർ കൊടുത്തിരുന്ന സാലറി എന്താ, വളരെ കുറവായിരുന്നു. കുറേ നേരം പണിയെടുപ്പിച്ചിട്ട് വളരെ കുറച്ച് സാലറി, തുച്ഛമായ ശമ്പളമാണ് ആർക്ക് കൊടുത്തിരുന്നത്, നമ്മുടെ വർക്കേഴ്സിന് ബ്രിട്ടീഷുകാർ കൊടുത്തിരുന്നത്. അവസാനത്താണ് അൺഹെൽത്തി അക്കോമഡേഷൻ. അവർ കൊടുത്തിരുന്ന താമസ സൗകര്യങ്ങളാണെങ്കിലോ വളരെ അൺഹെൽത്തി, വളരെ ഒട്ടും ആരോഗ്യകരമല്ലാത്ത, വളരെ പെട്ടെന്ന് അസുഖങ്ങൾ പിടിപെടാൻ സാധിക്കുന്ന അല്ലെങ്കിൽ വളരെ ഇടുങ്ങിയ മുറികളൊക്കെ കൊടുത്ത് അവരെ അസുഖങ്ങൾ പിടിപെടുന്ന രീതിയിലുള്ള താമസ സൗകര്യങ്ങളായിരുന്നു ആർക്ക് കൊടുത്തിരുന്നത്, ഈ പറഞ്ഞ തൊഴിലാളികൾക്ക് ബ്രിട്ടീഷുകാർ കൊടുത്തിരുന്നത്. അപ്പോൾ ഈ 3 പ്രോബ്ലംസ് ആണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്, തൊഴിലാളികൾ നേരിട്ടത്. ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കണം. ചോദ്യങ്ങൾ ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ കൂടാതെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ കൂടി ചോദിച്ചേക്കാം. അതുകൊണ്ട് ഈ ഒരു ചോദ്യത്തെ അവഗണിക്കാൻ പാടില്ല, അവഗണിച്ചുകൂടാ, എന്തായാലും പഠിക്കണം. ഓക്കെ, യെസ്. നമ്മുടെ ഈ ഒരു പാഠത്തിലെ ഏറ്റവും അവസാനത്തെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം. ഈ പാഠത്തിലെ ഏറ്റവും കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ടത് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആണ്. അതുകൂടാതെ സ്വദേശി പ്രസ്ഥാനമായാലും ദാദാഭായ് നവറോജിയെക്കുറിച്ചായാലും ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ചായാലും ഒക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുക. അതുകൂടാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ദാദാഭായ് നവറോജി പറയുന്ന ഹൗ ഇന്ത്യൻ വെൽത്ത് ഫ്ലോ ടു ബ്രിട്ടൻ, ബ്രിട്ടനിലേക്ക് ഇന്ത്യൻ സ്വത്ത് എങ്ങനെ പോയി എന്നുള്ളത് നിങ്ങൾ പഠിക്കണം. കാരണം അതുകൂടി നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഓക്കെ, നിലവിൽ ആ ഒരു ചോദ്യം ഈ സ്ലൈഡിൽ ഇല്ല. അത് നമ്മൾ ലൈവിനായിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, കാരണം നമുക്ക് ലൈവിലേക്ക് കുറച്ചുകൂടി അധികം കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അത് ലൈവിലേക്കായിരിക്കും ആ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം. 1857 നടന്ന ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ,
അതൊരു 6 മാർക്കിൻ്റെ എസ് എ ക്വസ്റ്റ്യനായി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രതീക്ഷിക്കുക. അതിൽ പല കാര്യങ്ങൾ ചോദിക്കാം. നമുക്കറിയാം 1857 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം ശിപ്പായി ലഹളയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ആരായിരുന്നു ശിപ്പായിമാർ? ശിപ്പായിമാർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെയാണ് ശിപ്പായിമാർ എന്ന് വിളിക്കുന്നത്. ആ ശിപ്പായിമാരാണ് ലഹള തുടങ്ങി വെച്ചത്. അവരനുഭവിച്ച കഷ്ടപ്പാടുകൾ കാരണമായിരുന്നു അവർ ലഹള തുടങ്ങിയത്. അപ്പോൾ അതിനുള്ള കാരണം. പിന്നെ രാജാക്കന്മാർ ഈ ലഹളയിൽ പങ്കെടുത്തിട്ടുണ്ട്. രാജാക്കന്മാർ കലാപത്തിൽ പങ്കെടുക്കാനുള്ള കാരണം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ഇതിൻ്റെ റിസൾട്ട് എന്താണ്, ഇതെല്ലാം കൂട്ടിക്കലർത്തി വേണം ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് നമുക്ക് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ശിപ്പായിമാർ ഈ കലാപത്തിൽ പങ്കെടുക്കാനുള്ള കാരണമാണ് ഈ തന്നിരിക്കുന്നത്. ശിപ്പായി ലഹളയ്ക്കുള്ള കാരണം. ഓക്കെ, ഒന്നാമതാണ് പുവർ സാലറി ആൻഡ് അബ്യൂസ്. ബ്രിട്ടീഷുകാർ കൊടുത്തിരുന്ന തുച്ഛമായ സാലറിയും അതുകൂടാതെ അവരുടെ ഭാഗത്തുള്ള അബ്യൂസുകളുമാണ് തൊഴിലാളികൾ അല്ലെങ്കിൽ ഈ ശിപ്പായിമാർ കലാപത്തിനിറങ്ങാനുള്ള ആദ്യ കാരണം. ഓക്കെ, അത് മാത്രമല്ല അതെല്ലാം സഹിച്ചവർ ജോലി ചെയ്തിരുന്നെങ്കിലും അവർക്കിടയിൽ ഒരു വാർത്ത വരുന്നു. അവർ കൊടുത്തുന്ന പുതിയ തോക്ക്, അവർക്ക് ഉപയോഗിക്കാൻ കൊടുത്തിരിക്കുന്ന പുതിയ തോക്കിൻ്റെ കാർട്രിഡ്ജ് വെടിയുണ്ട എന്താ പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പ് വെച്ചിട്ടാണ് ഗ്രീസ് ചെയ്തിരിക്കുന്നതെന്നുള്ള വാർത്ത അവർക്കിടയിൽ വരുന്നു. അപ്പോൾ അത് ഹിന്ദുക്കൾക്കായാലും മുസ്ലിങ്ങൾക്കായാലും മതപരമായി കുറച്ച് വികാരങ്ങൾ ഉണർത്തുന്നതാണ്. കാരണം ഹിന്ദുക്കളാണെങ്കിൽ ഒരു വിഭാഗം ഹിന്ദുക്കൾ പശുവിനെ ദൈവമായി കണ്ട് ആരാധിക്കുന്നവരാണ്. മുസ്ലിങ്ങൾക്കാണെങ്കിൽ പന്നിയുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ ഹറാമാണ്. അതുകൊണ്ട് തന്നെ ഈ 2 വിഭാഗം ജനങ്ങൾക്കും ഹിന്ദുക്കൾക്കായാലും മുസ്ലിങ്ങൾക്കായാലും ഈ തോക്ക് ഉപയോഗിക്കുന്നതിൽ ഒരു മാനസിക വിഷമം ഉണ്ടാകുന്നു. അവരുടെ മതവിശ്വാസങ്ങൾക്കെതിരായി മാറുന്നു. അങ്ങനെ ഇത് ഉപയോഗിക്കാത്ത ശിപ്പായിമാരെ, പട്ടാളക്കാരെ ബ്രിട്ടീഷുകാർ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ബംഗാളിൽ ബരക്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മംഗൾ പാണ്ഡെ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അയാളെ ഈ തോക്ക് ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഓഫീസറിനെ വെടിവെച്ച് കൊല്ലുന്നുണ്ടായി. അങ്ങനെ ആ വെടിവെച്ച് കൊന്ന മംഗൾ പാണ്ഡെയെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് തൂക്കിക്കൊല്ലുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ സഹിച്ചപ്പോഴാണ് അവർക്ക് വേണ്ടി പോരാടിയ മംഗൾ പാണ്ഡെയെ തൂക്കിക്കൊന്നതോടുകൂടി നമ്മുടെ പട്ടാളക്കാർ, ശിപ്പായിമാർ ബ്രിട്ടീഷുകാർക്കെതിരെ ആരംഭിച്ചു, ലഹള ആരംഭിച്ചു. ശിപ്പായിമാർ ബ്രിട്ടീഷുകാർക്കെതിരെ എന്താരംഭിച്ചു മക്കളെ? ലഹള ആരംഭിച്ചു, കലാപം ആരംഭിച്ചു. ആ കലാപമാണ് പിന്നീട് ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരമായി രേഖപ്പെടുത്തിയത്. ആ ശിപ്പായിമാർ തുടങ്ങിയ വെച്ച ലഹള ബാക്കിയുള്ള വിഭാഗം ജനങ്ങൾ കൂടി ഏറ്റെടുക്കുകയായിരുന്നു. നോക്കാം. ഓക്കെ, ഇനി ഈ കലാപത്തിൽ രാജാക്കന്മാർ പങ്കെടുക്കാനുള്ള കാരണമാണ് നമ്മൾ പറയുന്നത് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, ദത്തവകാശ നിരോധന നിയമം. അതായത് സ്വന്തമായി ആൺമക്കളില്ലെങ്കിൽ രാജാക്കന്മാർ അന്ന് ഒരുപാട് ആൺകുട്ടികളെ ദത്തെടുത്തിരുന്നു. അങ്ങനെ ഇത്തരത്തിൽ രാജാക്കന്മാർ ദത്തെടുക്കുന്ന നിയമത്തെ ബ്രിട്ടീഷുകാർ നിരോധിച്ചു. ദത്തവകാശം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? നിരോധിച്ചു. അതോടുകൂടി തന്നെ ഒരുപാട് രാജാക്കന്മാർക്ക് ബ്രിട്ടീഷുകാരോട് വിരോധമുണ്ട്. കാരണം മക്കളില്ലാത്ത രാജാക്കന്മാർ ദത്തെടുത്ത് രാജ്യത്തെ നിലനിർത്താൻ നോക്കിയപ്പോൾ ബ്രിട്ടീഷുകാർ ആ ദത്തവകാശത്തെ നിരോധിച്ചിരിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഈ നാട്ടുരാജാക്കന്മാരുടെ ഭരണം മോശമാണ്, അഴിമതി നിറഞ്ഞതാണ്, ഇവർ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ പിരിച്ചുവിട്ടുകൊണ്ട് ഇവരുടെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ആ സ്ഥലം ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കാൻ തുടങ്ങിയതും രാജാക്കന്മാർ ബ്രിട്ടീഷുകാർക്ക് എതിരാവാൻ കാരണമായി. ഓക്കെ, അപ്പോൾ ദത്തവകാശം നിരോധിച്ചതും ഇവരെ ഭരണം നിർത്തിവെക്കാൻ ബ്രിട്ടീഷുകാർ തുടങ്ങിയതുമാണ് രാജാക്കന്മാർ ബ്രിട്ടീഷുകാർക്ക് എതിരാവാനുള്ള കാരണം. ഇനി അപ്പോൾ രാജാക്കന്മാരും ശിപ്പായിമാരും കലാപത്തിൽ പങ്കെടുക്കാനുള്ള കാരണം നമുക്ക് മനസ്സിലായി. നമുക്ക് ഓൾറെഡി അറിയാം സാധാരണക്കാർ, കോമൺ പീപ്പിൾ, ഇന്ത്യയിലെ സാധാരണ വിഭാഗം, അടിസ്ഥാന വിഭാഗം ഓൾറെഡി ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്? കലാപം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ അടിസ്ഥാന വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് നടത്തുന്നുണ്ട് മക്കളെ? കലാപം നടത്തുന്നുണ്ട്, സമരം നടത്തുന്നുണ്ട്. ഇനി അവരുടെ പാർട്ടിസിപ്പേഷനെ പറ്റിയാണ് പറയുന്നത്. നോക്കാം, രാജാക്കന്മാരെയും ശിപ്പായിമാരെയും കൂടാതെ സാധാരണക്കാരും കലാപത്തിൽ പങ്കെടുത്തിരുന്നു. ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ബ്രിട്ടീഷുകാരെയും അതുപോലെ തന്നെ കൊള്ളപ്പലിശക്കാരെയും ആക്രമിച്ച് അവരുടെ കണക്ക് പുസ്തകങ്ങൾ കത്തിച്ച് നശിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു കണക്കുകൾ ഇനി വേണ്ട, അവരെ ഇനി ആരും ചൂഷണം ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കൊള്ളപ്പലിശക്കാരുടെ കണക്ക് പുസ്തകങ്ങളും ബ്രിട്ടീഷുകാരുടെ കണക്ക് പുസ്തകങ്ങളൊക്കെ കത്തിച്ച് കളയാൻ തുടങ്ങി. ഇനി ഈ കലാപത്തിൻ്റെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും ബേസിക് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ പാർട്ടിസിപ്പേഷൻ ഓഫ് കോമൺ പീപ്പിൾ ആണ്. സാധാരണക്കാരുടെ പങ്കാളിത്തമാണ്. എല്ലാ സാധാരണക്കാരും ഒരുമിച്ചിറങ്ങാൻ തുടങ്ങി, ഒരുമിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് ചെയ്യാൻ തുടങ്ങി? കലാപം നടത്താൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ അന്ന് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഹിന്ദു മുസ്ലിം വിഭാഗീയത, വർഗീയമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഹിന്ദു മുസ്ലിം മതപരമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മറികടന്നുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു നിൽക്കാൻ തുടങ്ങി. ബ്രിട്ടീഷുകാരെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാൻ എല്ലാ മതവിഭാഗങ്ങളും, ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ഒന്നിച്ചു നിൽക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെയാണ് കലാപകാരികൾ ഡൽഹി പിടിച്ചെടുക്കുകയും ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഓക്കെ, അങ്ങനെ കലാപം ശക്തിപ്പെടുന്നു. ഈ ശക്തമായ കലാപത്തിലൂടെ അവർ ഡൽഹി ബ്രിട്ടീഷുകാരെ പിടിച്ചെടുത്ത് ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയെ പ്രഖ്യാപിക്കുന്നു.
പക്ഷേ എന്നിരുന്നാലും ബ്രിട്ടീഷുകാരുടെ ആയുധങ്ങൾക്ക് മുന്നിൽ കലാപത്തിന് നീണ്ടു നിൽക്കാൻ പറ്റിയില്ല. റെബല്യൻ അടിച്ചമർത്തപ്പെട്ടു, കലാപം അടിച്ചമർത്തപ്പെട്ടു. അങ്ങനെ കലാപം അടിച്ചമർത്തി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. ആ മാറ്റങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയിലെ ഭരണം പാർലമെന്റ് ഏറ്റെടുത്തു. ഇന്ത്യയിലെ ഭരണം ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുക്കുന്നു. അതുമാത്രമല്ല എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണം വളരെ വലുതായി തടയാൻ തുടങ്ങി. ഓക്കെ, അത്രയും നാൾ നടത്തിയിരുന്നതിൽ നിന്ന് വളരെ കൂടുതലായി ബ്രിട്ടീഷുകാർ പിന്നീട് എന്ത് ചെയ്യാൻ തുടങ്ങി മക്കളെ? സാമ്പത്തികമായി നമ്മളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം 2 കോടിയോളം ജനങ്ങൾ ഇന്ത്യയിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മുടെ കണക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് ചോദിച്ചാൽ എഴുതേണ്ടത്. ഇനിയും 1-2 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. അത് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? വീഡിയോ നന്നായിട്ട് കാണുക. കുറച്ച് ബുദ്ധിമുട്ടേറിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് 2-3 വട്ടം കണ്ട് തന്നെ പഠിക്കുക. അത് കേട്ട് കഥ പോലെ കേട്ട് മനസ്സിലാക്കി പഠിക്കേണ്ടത് മനസ്സിലാക്കി പഠിക്കുക, കേട്ട് നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് കേട്ട് പഠിക്കുക, കഥ പോലെ ഓർത്ത് വെക്കേണ്ടത് കഥ പോലെ ഓർത്ത് വെച്ചതിന് ശേഷം പഠിക്കാം. അതല്ലാതെ വെറുതെ കാണാപ്പാഠം പഠിച്ച് കളയരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ. ഇപ്പോൾ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾ ഈ വീഡിയോ 1-2 വട്ടം അല്ലെങ്കിൽ 2-3 വട്ടം കണ്ട് തന്നെ എന്ത് ചെയ്യുക? പഠിച്ചെടുക്കുക. ഈ വീഡിയോ 2-3 വട്ടം കണ്ട് തന്നെ ആ ചാപ്റ്ററിനെ പറ്റി ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഓണപരീക്ഷയ്ക്കൊക്കെ നന്നായിട്ട് പഠിക്കുക. ഇനി നമ്മുടെ ലൈവ് സീരീസ് വരുന്നുണ്ട്. നമുക്ക് ഓണം എക്സാമിന് മുന്നായിട്ട് നമ്മുടെ ലൈവ് സീരീസ് വരുന്നുണ്ട്. ആ ലൈവ് സീരീസിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ആ ലൈവിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഓണപരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ വിഷയങ്ങളുടെയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലൈവ് സീരീസിലൊക്കെ ജോയിൻ ചെയ്ത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, ബൈ.